ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് കുറ്റപത്രം പറയുന്നത്. കേസിൽ ആകെ 17 പ്രതികളുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ എങ്ങനെ വിനീത അതിശൈത്യം, ദൃശ്യ പരിധി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിൽ ഇപ്പോൾ 9 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പുള്ളത്. അതിശൈത്യത്തിലേക്ക് രാജ്യതലസ്ഥാനം കടക്കുക തന്നെയാണ്. ഉത്തരേന്ത്യയിൽ ആകമാനം അതിശക്തമായിട്ടുള്ള ശൈത്യമുണ്ട്, ഒപ്പം തന്നെ കനത്ത മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ കാണാൻ കഴിയുമ്പോൾ വലിയ ഒരു മൂടൽമഞ്ഞൊന്നുമില്ല, ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ശൈത്യവും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും വിമാന കമ്പനികളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇൻഡിഗോ ഇന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മൂടൽമഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വിമാന സർവീസുകളൊക്കെ വൈകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായും ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇൻക്ലാബ് മഞ്ച് പാർട്ടി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇൻക്ലാബ് മഞ്ച് നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ കുറ്റപത്രം ഈ ജനുവരി 7-നുള്ളിൽ സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. തുടങ്ങി ആ ഒരു ആവശ്യം അവർ അംഗീകരിച്ചില്ല എങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നൊക്കെ അന്ന് പാർട്ടി നേതാക്കളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 17 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ 12 പേരെ ഞങ്ങൾ പിടികൂടി എന്നാണ് പോലീസ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ പ്രധാന പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല എന്നൊക്കെ ഇൻക്ലാബ് മഞ്ച് പാർട്ടി നേതാക്കൾ ഒരു അവകാശവാദം എന്ന തരത്തിൽ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് മുൻപ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശിൽ റാലികൾ ഉസ്മാൻ ഹാദിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ചില പ്രസംഗങ്ങളും അത്തരത്തിലേക്കുള്ള പരാമർശങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ 12 പേരെ പിടികൂടിയെന്നും ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്നും പോലീസ് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.